ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോഴും തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളും അനാസ്ഥയും ഈ വാദങ്ങളെ പിന്നോട്ട് വലിക്കുകയാണ്. ഇക്കഴിഞ്ഞ 3 മാസത്തിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേത് ഉൾപ്പെടെ 6ലധികം ഗുരുതര ചികിത്സാ പിഴവുകളാണ് ന്യൂസ് മലയാളം കോഴിക്കോട് ടീം പുറത്തു കൊണ്ടുവന്നത്. വിഷയങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കും എന്ന ആശുപത്രി അധികൃതരുടെ വാക്കുകളും മനുഷ്യാവകാശ കമ്മീഷന്റേത് ഉൾപ്പെടെയുള്ള ഇടപെടലും ഫലപ്രദമായിട്ടില്ല. രാജ്യത്തെ 1ാം നിര ആശുപത്രികളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി, രോഗികൾക്ക് മികച്ച സേവനം ലഭ്യമാകുന്ന കോഴിക്കോട് ബീച്ച് ആശുപത്രി, സ്വകാര്യ ആശുപത്രികൾ എന്നിങ്ങനെ 24 മണിക്കൂറും തിക്കിത്തിരക്കി ജനം ഓടിച്ചെല്ലുന്ന മികവിന്റെ ചരിത്രം മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന കോഴിക്കോട്ടെ ആശുപത്രികൾ പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി പിഴവുകളുടെ വാർത്തകളാണ് കോഴിക്കോട്ടെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഉയർന്നു കേൾക്കുന്നത്. സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുന്ന ഹർഷീന, ICUയിൽ വെച്ച് ചികിത്സയിലിരിക്കെ പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു യുവതി, രോഗം തിരിച്ചറിയാൻ വൈകിയതിനെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ട പേരാമ്പ്ര കൂത്താളി സ്വദേശി രജനി, ശസ്ത്രക്രിയ അകാരണമായി നീട്ടിയതിനെ തുടർന്ന് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുന്ന ചെക്യാട് സ്വദേശി അശ്വിൻ. ഇങ്ങനെ നീളുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയുള്ള ചികിത്സാ പിഴവിന്റെ പരാതികൾ. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നായി ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികളാണ് ചികിത്സാർത്ഥം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായ തിരുത്താനാകാത്ത ഗുരുതരമായ പിഴവുകളും അതിൽ അധികൃതർ എടുക്കുന്ന സമീപനങ്ങളും മെഡിക്കൽ കോളേജിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അതിഗുരുതരമായ ഗില്ലൻ ബാരി സിൻഡ്രം എന്ന രോഗം ആദ്യഘട്ടത്തിൽ കണ്ടെത്താതെ പോയതാണ് പേരാമ്പ്ര കൂത്താളി സ്വദേശി രജനിയുടെ മരണകാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ശരീരമരവിപ്പും വേദനയുമായി നവംബർ 4-നാണ് രജനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഡ്യൂട്ടി ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ഗില്ലൻ ബാരി സിൻഡ്രം എന്ന രോഗം കണ്ടെത്താനായില്ല. ചികിത്സ വൈകിയതോടെ ഗുരുതരാവസ്ഥയിലായ രജനി നവംബർ 19-ന് മരണത്തിന് കീഴടങ്ങി. അനാസ്ഥയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പൊട്ടിയതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിച്ച അതേ ഡോക്ടർമാർ തന്നെയാണ് നാദാപുരം ചെക്യാട് സ്വദേശിയായ അശ്വിന്റെ ശസ്ത്രക്രിയ അകാരണമായി നീട്ടിയത്. നവംബർ 10-ാം തീയതി കോയമ്പത്തൂരിൽ നടന്ന മിലിറ്ററി റിക്രൂട്ട്മെന്റ് റാലിക്കിടെയാണ് അശ്വിന് വീണ് പരിക്കേറ്റത്. കാലിന്റെ തുടയെല്ല് പൊട്ടിയ അശ്വിനെ ഉടൻ കോയമ്പത്തൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിലും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഉടൻ ശസ്ത്രക്രിയ നടത്തണമെന്നും തുടയെല്ല് പൊട്ടിയതിനാൽ മജ്ജ രക്തത്തിൽ കലർന്ന് പക്ഷാഘാതം വരാനോ ജീവൻ തന്നെ അപകടത്തിലാവാനോ സാധ്യതയുണ്ടെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ അതേ ഡോക്ടർമാർ തന്നെ അകാരണമായി ശസ്ത്രക്രിയ നീട്ടിവെച്ചു. അശ്വിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴേക്കും മജ്ജയിൽ നിന്നും കൊഴുപ്പ് രക്തത്തിൽ കലർന്ന് ഹൃദയത്തെ ഉൾപ്പെടെ ബാധിച്ചിരുന്നു. അശ്വിൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. തോളലിനിട്ട കമ്പി നീക്കം ചെയ്യുന്നതിനിടെ വീണ്ടും എല്ല് പൊട്ടിയതായി പരാതി ഉന്നയിച്ചിരിക്കുകയാണ് കോഴിക്കോട് നടുവട്ടം സ്വദേശിനി റാണിബായ്. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്കെതിരെയാണ് ആരോപണം. വാഹനാപകടത്തെ തുടർന്നാണ് റാണിബായ് തോളലിന് കമ്പിയിടുന്നത്. 1.5 വർഷം കഴിഞ്ഞ് കമ്പി നീക്കം ചെയ്യണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒക്ടോബർ 30-ന് ബീച്ച് ആശുപത്രിയിൽ വെച്ച് വീണ്ടും ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് എല്ല് വീണ്ടും പൊട്ടിയതായി അറിയുന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് എക്സ്റേ എടുത്ത ഡോക്ടറെ കാണിച്ചപ്പോൾ പൊട്ടിയ എല്ല് കൂടിച്ചേർന്നതായി അറിയിച്ചിരുന്നു. അനാസ്ഥയ്ക്കെതിരെ ആശുപത്രി അധികൃതർക്കും പോലീസിനും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. അത്തോളി മലബാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അനാസ്ഥയാണ് എഗരൂർ സ്വദേശിയായ അശ്വതിയും ഗർഭസ്ഥ ശിശുവും മരിക്കാൻ ഇടയായതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം.
പ്രസവവേദനയെ തുടർന്ന് സെപ്റ്റംബർ 11-നാണ് എഗരൂൾ സ്വദേശിയായ അശ്വതിയെ മലബാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. 12-ന് രാവിലെ ഗർഭസ്ഥ ശിശു മരിച്ചതായി കുടുംബത്തെ ആശുപത്രി അധികൃതർ അറിയിച്ചു. പിറ്റേ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അശ്വതിയും മരണത്തിന് കീഴടങ്ങി. കൃത്യമായി ചികിത്സ നൽകുന്നതിൽ വന്ന പിഴവാണ് അശ്വതിയും ഗർഭസ്ഥ ശിശുവും മരിക്കാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ അപര്യാപ്തത, ഭീമമായ തുക കുടിശ്ശികയായതോടെ വിതരണക്കാർ ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മരുന്ന് വിതരണവും ചെയ്യുന്നത് അടിക്കടി നിർത്തുന്നു. ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇങ്ങനെ സാധാരണക്കാരായ രോഗികളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇക്കഴിഞ്ഞ 3 മാസത്തിനിടെ ജില്ലയിൽ നിന്നും ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ചികിത്സാ പിഴവ് സംബന്ധിച്ച വാർത്തകളാണിവ. ഇവയിൽ ഇരകളാക്കപ്പെട്ട ഒരാളുടെ കുടുംബത്തിന് പോലും നീതി ലഭിച്ചിട്ടില്ല എന്നതും ചർച്ചയാവേണ്ടതുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്. ആരോഗ്യ രംഗത്തെ ഇത്തരത്തിലുള്ള അനാസ്ഥകളുടെയും പിഴവുകളുടെയും വാർത്തകൾ കോർത്തിണക്കിയതാണ് ഈ പ്രത്യേക ബുള്ളറ്റിൻ.